നമസ്കാരം. ആനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു പുതിയ സ്നാക്ക് ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്ക്. ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ക്യാരറ്റ് ചേർത്തൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ്. ഞാൻ ഏകദേശം മീഡിയം സൈസ് 2 ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഉണ്ട്, ഏലക്കാപ്പൊടിയുണ്ട്, ശർക്കരയുണ്ട്, അരിപ്പൊടിയുണ്ട്. അരിപ്പൊടി ഉപ്പും വെള്ളവും കൂടെ ഞാനിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് മതി. ഈ നെയ്ക്കകത്തോട്ട് നമ്മൾ അരിപ്പൊടി ഇടുക. അരിപ്പൊടി ഇട്ട് നന്നായിട്ട് സാധാരണ നമ്മൾ വാട്ടി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാം. കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പകുതി ക്യാരറ്റ് നമുക്ക് ആ കുഴച്ച പൊടിയിലേക്ക് ഇടാം. അത് കാണിക്കാം. അതിനുശേഷം ബാക്കി പകുതി ക്യാരറ്റ് നമുക്ക് ശർക്കരപ്പാനിക്കകത്ത് തേങ്ങായും അതും കൂടെ വിളയിച്ച് അകത്ത് വെച്ച് അട പൊഴിഞ്ഞെടുക്കുന്നതാണ് സംഭവം. നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഇതിൻ്റെ പകുതി ക്യാരറ്റോളം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂടാണ്. ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ശർക്കരപ്പാനിയിലേക്ക് ശർക്കരപ്പൊടി പാനിയാക്കണം. പാനിയാക്കിയിട്ട് തേങ്ങയും കുറച്ച് ക്യാരറ്റും കൂടെ അതിലേക്ക് ഇടണം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് അട പോലെ പരത്തിയെടുക്കാം. അത് വീണ കാണിക്കാം. ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. ഒരു 5 മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് 1 സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആകെ നമുക്ക് 2 സ്പൂൺ നെയ്യുടെ ചിലവേ ഉള്ളൂ. ആദ്യം പൊടിയുടെ കൂടെ ഒഴിച്ച് പിന്നെ 1 സ്പൂൺ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ 2 ക്യാരറ്റാണ് ഞാൻ എടുത്തത്. 1 ക്യാരറ്റ് ഞാൻ പൊടിയുടെ കൂടെ കുഴച്ചപ്പോൾ ഇട്ടു, 1 ക്യാരറ്റ് ഇതിലും ഇട്ടു. ഇത് വേഗമൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒന്ന് വാടി വന്നാൽ മതി. ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ അതിൻ്റെ കണക്കിന്, നമ്മുടെ ഇഷ്ടം. അതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. ക്യാരറ്റിൻ്റെ അളവുമെല്ലാം നമ്മുടെ കണക്കനുസരിച്ച് ചെയ്യാം. ഇനി അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ആയാൽ മതി. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കായി. ക്യാരറ്റും പൊടിയും കൂടെ നന്നായിട്ട് കുഴച്ചതാണിത്. ഇതിനെ സാധാരണ നമ്മൾ വാട്ടി കുഴയ്ക്കുന്ന അതേ കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയെടുത്ത് ഇലയിൽ പരത്തിയെടുക്കാം. ഇതിങ്ങനെ ഇപ്പം ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോൾ ഇത് വെച്ച് പുഴുങ്ങിയെടുക്കുവാണ്. വേണമെങ്കിൽ ചുട്ടുമെടുക്കാം. നമുക്ക് വറയട്ടിയിലൊക്കെ ഇട്ട് ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ പുഴുങ്ങിയെടുക്കുന്നത്. നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് പരത്താം. അപ്പം ഒന്നും കൂടെ മയം കിട്ടും. ഇതിങ്ങനെ പരത്തി നമ്മുടെ ഈ തേങ്ങയും ക്യാരറ്റും കൂടെ കൂട്ടി ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ചേർന്ന പൊടിയുടെ മിശ്രിതോടെ കനം കുറച്ച് പരത്തി ചൂടുവെള്ളം തൊട്ടാണ് പരത്തിയത്. ഇനി നമുക്ക് ക്യാരറ്റും തേങ്ങയും ശർക്കരയും കൂടെയുള്ള മിശ്രിതത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്റ്റീമറിലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ടായിരുന്നു. ഇനി നമുക്കത് എടുക്കാം. നല്ല ചൂടാണ്. കാണാൻ തന്നെ എത്ര സൗന്ദര്യം നോക്കി. അപ്പോൾ നമുക്കിതിന് എന്താ പേര് കൊടുക്കണ്ടേ? ക്യാരറ്റ് ഇടയിൽ നിന്ന് കൊടുക്കാം അല്ലേ? കണ്ടോ, കാണാൻ തന്നെ എന്നാ സൗന്ദര്യമെന്ന്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബായ്.